നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന പരാതിയുമായി UDF നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ചില വാർഡുകളിൽ UDF നൽകിയ അപേക്ഷകൾ തഴഞ്ഞെന്നും LDF വോട്ടർമാരെ തഴഞ്ഞെന്നും നേതാക്കൾ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് LDF മാർച്ച്. വാർഡ് വിഭജിച്ചത് അശാസ്ത്രീയമെന്നും വോട്ടർ പട്ടിക അട്ടിമറിച്ചെന്നും നേതാക്കൾ. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഉന്തും തള്ളും. പട്ടാമ്പി മുതുതലയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി തീയിട്ട സംഭവം. എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസിനെതിരെ പോലീസ് കേസെടുത്തു. കഴുത്തു മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഇയാൾ അപകടനില തരണം ചെയ്തതായി പോലീസ്. കോട്ടോപ്പാടം പഞ്ചായത്തിൽ CPM ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കാൻ ഒരുങ്ങി PK ശശി അനുകൂല വിഭാഗം. 4 വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കും. മറ്റു വാർഡുകളിൽ UDFനെ പിന്തുണയ്ക്കാനും ആലോചന. ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന് അരങ്ങുണർന്നു. ആദ്യ ദിനം കാണികൾക്ക് വിരുന്നായി നാടൻപാട്ടും വഞ്ചിപ്പാട്ടും ഉൾപ്പെടെയുള്ള മത്സരം. പെരിന്തൽമണ്ണ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതായി UDFന്റെ പരാതി. UDF നേതാക്കൾ നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ചില വാർഡുകളിൽ UDF വോട്ടർമാരെ ഉൾപ്പെടുത്തിയില്ലെന്നും LDF വോട്ടർമാരെ ചേർത്തെന്നും നേതാക്കൾ ആരോപിച്ചു. സെക്രട്ടറി ഇല്ലാത്തതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണ നഗരസഭാ സൂപ്രണ്ടിനെ UDF നേതാക്കൾ ഉപരോധിച്ചത്. വാർഡ് വിഭജനമുണ്ടായപ്പോൾ സ്വന്തം താമസ സ്ഥലത്തെ വാർഡിൽ ഉൾപ്പെടുത്താൻ നൽകിയ അപേക്ഷകൾ പരിഗണിച്ചില്ലെന്ന് UDF നേതാക്കൾ പരാതിപ്പെട്ടു. ഇതേസമയം വ്യക്തമായ തെളിവുകളില്ലാതെ LDF വോട്ടർമാരെ പലരെയും ചേർത്തുവെന്നും UDF നേതാക്കൾ ആരോപിച്ചു. തങ്ങളുടെ വോട്ടർമാരെ തടയാനുള്ള കാരണമെന്തെന്ന് ഹിയറിംഗിൽ ഉദ്യോഗസ്ഥർ നടത്തിയ റിപ്പോർട്ട് തരണമെന്ന് UDF പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന തീരുമാനത്തിലായിരുന്നു UDF നേതാക്കൾ. കൊറേ കാലം നമ്മൾ ഇത്ര കാലം നമ്മൾ ഇങ്ങോട്ട് സൗന്യമായി ഇങ്ങോട്ട് പറഞ്ഞു അത് ചെയ്യണ്ട, മാന്യമായി നിഷ്പക്ഷമായി നിൽക്ക്. നിങ്ങൾ നിന്നില്ല, ഏകപക്ഷമായി നിന്നുങ്ങൾ. നമ്മളെ വോട്ടർമാർ ചേർത്ത ആളുകൾ വരുമ്പോ നിങ്ങൾ മറ്റേ ID കാർഡ് കൊണ്ട് മറ്റേ റേഷൻ കാർഡ് കൊണ്ട് അത് മടക്കിവിടാം. മറ്റൊരു ഇയറിംഗ് പോലും ഇല്ലാതെ എത്ര വോട്ടർമാർ അവിടെ ചേർത്ത് നിങ്ങൾ ഇയറിംഗിന് പോലും ആളുകൾ വരാതെ എന്റെ വാർഡിൽ 5 ആള് ഇയറിംഗിന് പോലും വരാൻ ചേർത്തിട്ട് പരാതി കൊടുത്തിട്ട് ആ ബാച്ചികള് ഞങ്ങളുടെ പൊട്ടന്മാരെ അയച്ചിട്ടാ പുതിയ ലിസ്റ്റ് വന്നപ്പോ അവന്റെ പേര് തിരിച്ചേർത്തുണ്ട്. സായിരൻ നോക്കിക്കോ. നിങ്ങൾ എന്ത് ഇത് പുതിയത് ചേർക്കാൻ തരുമ്പോ ആ വോട്ടർ ആ വീട്ടിൽ ആള് താമസമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ വിടാറുണ്ടോ? ഈ ഒറ്റ സാധനം തരും, ഈ ഒറ്റ സാധനം ഞങ്ങൾക്ക് തരും. പുതിയ ചേർക്കാൻ എന്താ ഒറ്റ ആ സാധനം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, മുനിസിപ്പൽ ലീഗ് ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, കൊളക്കാടൻ അസീസ്, MB ഫസൽ മുഹമ്മദ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ്, കൗൺസിലർ താമരത്ത് സലീം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. മുനിസിപ്പൽ സെക്രട്ടറിയുടെ വ്യക്തമായ മറുപടിയും നടപടിയും ഉറപ്പു ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചതെന്ന് നാലകത്ത് ബഷീർ പറഞ്ഞു. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. അതിൽ അവസാനത്തെ കഴിഞ്ഞ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 14 വരെയുള്ള വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന സമയത്താണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ അഴിമതികൾ നടത്തിയിട്ടുള്ളത്, വ്യാപകമായ രീതിയിലുള്ള വോട്ട് ചേർക്കലും ക്രമക്കേടുകളും നടത്തിയിട്ടുള്ളത്. അതായത് വ്യക്തമായ തെളിവുകൾ സഹിതം വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കൊടുത്തത് അതിന്റെ വ്യക്തമായ തെളിവും റെക്കോർഡും രേഖകളും ഹാജരാക്കി ഹിയറിംഗിന് വന്നവരെ വോട്ടർ പട്ടികയിൽ ചേർക്കാതിരിക്കുക, നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില കൗൺസിലർമാരും പറയുന്നത് ഹിയറിംഗ് പോലും ഇല്ലാതെ
കൊടുക്കുകയും ചേർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. വ്യാപകമായ രീതിയിൽ ക്രമക്കേട് നടത്തിയ മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഏത് രീതിയിലുള്ള ക്രമക്കേട് നടത്തിയ മുനിസിപ്പാലിറ്റി പിടിക്കാം എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. ഇതിന് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ ഗരാവ് ചെയ്യുന്നതിനടക്കം ആണ് ഞങ്ങൾ ഇന്ന് വന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് മുനിസിപ്പൽ സെക്രട്ടറി ഓഫീസിലില്ല, അദ്ദേഹം ഓഫീസിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. അതിന്റെ സൂപ്രണ്ടിനോട് ഞങ്ങൾ സംസാരിച്ചു. ലാസ്റ്റിൽ സൂപ്രണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് ഞങ്ങൾ ഈ ഗരാവ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സൂപ്രണ്ട് തന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ സെക്രട്ടറി എത്തിയതിനു ശേഷം വ്യക്തമായ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് വെക്കാമെന്നും ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച് അതിലെ വ്യക്തമായ രീതിയിൽ അത് ക്ലിയർ ചെയ്ത് തരാമെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തൽക്കാലം ഇന്നത്തെ ഗരാവ് പിൻവലിപ്പിക്കുന്നത്. ഞങ്ങളുടെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റായ അറിഞ്ഞിട്ടില്ല ആനന്ദൻ ഒരു വാർഡിലും ആനന്ദന്റെ ഭാര്യ മറ്റൊരു വാർഡിലും അത്തരത്തിലുള്ള ക്രമക്കേടുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. UDF വോട്ടർമാർ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെന്ന് ഉറപ്പിക്കാൻ എത്തുമ്പോൾ ആവശ്യമില്ലാത്ത രേഖകളുടെ കാര്യം പറഞ്ഞ് മടക്കി അയച്ചതായും CPM അംഗങ്ങളെ രേഖകൾ ഒന്നും ചോദിക്കാതെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും അരഞ്ഞിക്കൽ ആനന്ദൻ ആരോപിച്ചു. UDFന്റെ ആളുകൾ വോട്ടുകൾ ചേർത്താൽ അതിന്റെ കാരണങ്ങൾ പറഞ്ഞ് ID കാർഡ് കൊണ്ടുപോവാ, റേഷൻ കാർഡ് കൊണ്ടുപോവാ, മറ്റേ സാധനം കൊണ്ടുപോവാ, രേഖകൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു വിട്ടുകയും LDFന്റെ ആളുകൾ ചേർക്കാമെന്ന ഒരു ഇയറിംഗ് പോലും ഇല്ലാണ്ട് ഇഷ്ടംപോലെ വോട്ടുകൾ ഇവിടെ ചേർത്തിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ മാറ്റിവെച്ചു. രണ്ടാമത് നമ്മൾ വാർഡ് വിഭജനം നടത്തിയപ്പോൾ 2 വാർഡിലായി ഇരിക്കുന്ന ആളുകളെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത സാധനം, ആ സാധനം കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. അത് അന്വേഷണ റിപ്പോർട്ട് കറക്റ്റായിട്ട് ഇന്ന വാർഡിലാണ് താമസം, ഇന്ന വീട്ടിൽ നമ്മൾ താമസിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അത് ഷിഫ്റ്റ് ചെയ്യാണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടറി, സൂപ്രണ്ടാണ് അതിൽ ഏറ്റവും പ്രധാനമായി ചെയ്തത്. സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ അത് ഷിഫ്റ്റ് ചെയ്യാണ്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ 1-ാം വാർഡിലും എൻ്റെ ഭാര്യയും 2 മക്കളും കിടക്കുന്നത് 4-ാം വാർഡിലാണ്. വാർഡ് വിഭജനം നടത്തിയപ്പോൾ 4-ാം വാർഡിലായിരുന്നു. ഷിഫ്റ്റ് ചെയ്യാൻ കൊടുത്താൽ എൻ്റെത് മാത്രം ഷിഫ്റ്റ് ചെയ്യും, എൻ്റെ ഭാര്യയുടെ മക്കളെയും ഇവിടെ 4-ാം വാർഡിൽ നിലനിർത്തിക്കൊണ്ടാണ്. അതുപോലെ എൻ്റെ വാർഡിൽ 11 ആളുകളെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, ഒരെണ്ണം പോലും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പല വാർഡുകളിൽ നിന്നും CPMന്റെ ആളുകളെ നമ്മൾ മറ്റു വാർഡുകളിലേക്ക് മാറ്റി ചേർക്കുകയാണ്. ഈ വോട്ടർ പട്ടികയിൽ എൻ്റെ വാർഡിൽ തന്നെ പറയാം, 4-ാം വാർഡിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള ആളെ ഈ പുതിയ വോട്ടർ ലിസ്റ്റ് വന്നപ്പോൾ 1-ാം വാർഡിലേക്ക് മാറ്റി ചേർത്തിരിക്കുകയാണ്. അതുപോലെ വോട്ടർ പട്ടികയിൽ വ്യക്തമായ രീതിയിൽ വെട്ടിനിരത്തൽ നടത്തിക്കൊണ്ട് അവർക്ക് സ്വാധീനമില്ലാത്ത വാർഡുകളിൽ അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന വാർഡുകളിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നിന്നും മറ്റ് വാർഡുകളിൽ നിന്നും ആളുകളെ ഈ ഇതിലേക്ക് ചേർത്തുകൊണ്ട് കള്ള വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് LDF പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. UDF ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെയും തദ്ദേശ വോട്ടർ പട്ടിക അട്ടിമറിക്കെതിരെയും നടന്ന മാർച്ചിൽ പ്രതിഷേധം ഇറമ്പി. CPA ഏരിയ സെന്റർ അംഗം P രാധാകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടാണെന്നാരോപിച്ചും UDF ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെയാണ് LDF പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത്. ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തിയും സാമ്പത്തികമായി സ്വാധീനിച്ചും ഉദ്യോഗസ്ഥരെ പ്രലോഭിപ്പിച്ചുമാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും LDF ആരോപിച്ചു. വികസനം പറഞ്ഞ് അടുത്ത തവണ അധികാരത്തിലേറാൻ UDFന് കഴിയില്ല. ഇതേ തുടർന്നാണ് അശാസ്ത്രീയമായി വാർഡ് വിഭജനം നടത്തിയും വോട്ടർ പട്ടിക അട്ടിമറിച്ചും UDF ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞതും പ്രവർത്തകരുമായുള്ള ഉന്തും തള്ളിനും കാരണമായി. തുടർന്ന് നടന്ന യോഗം CPM ഏരിയ സെന്റർ അംഗം P രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടതുപോലെ അവർ വാർഡ് വിഭജനം നടത്തുമ്പോൾ 24 വാർഡിലും അവർക്ക് ജയിക്കാൻ പറ്റുമെന്ന അവകാശവാദമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷെ വോട്ടർ പട്ടിക വന്നപ്പോ
24 വാർഡിലും ജയിക്കണമെങ്കിൽ കൈക്കറിയ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഇലക്ട്രൽ ഓഫീസറെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിക്കുകയാണ്. എത്ര ആയിരങ്ങൾ വാങ്ങിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ ആ പണി ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും പണം വാങ്ങി ആ സ്വാധീനത്തിന് വിധേയമായിക്കൊണ്ട് നടന്ന പ്രക്രിയയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി നാസർ ഡിബോണ, കെ ഹരിദാസൻ, പി രാമദാസ്, NT ഹരിദാസൻ, കൊരമ്പയിൽ ശങ്കരൻ, പുലിയോടൻ മുഹമ്മദ്, MK സുബൈർ, കെ വിജയകുമാരി, പി സലീൽ, M ബാബു റഹ്മാൻ, വേലായുധൻ മനഴി തുടങ്ങിയവർ സംസാരിച്ചു. വാണിയംകുളത്ത് മുൻ ഡിവൈഎഫ്ഐ നേതാവ് ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികളായ ബാങ്ക് ജീവനക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാണിയംകുളം സർവീസ് സഹകരണ ബാങ്കിന് മുൻപിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി VKP വിജയനുണ്ണി ധർണ ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളത്ത് മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുമ്പിൽ ധർണ നടത്തിയത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി VKP വിജയനുണ്ണി ധർണ ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളത്ത് വെച്ച് മുൻ ഡിവൈഎഫ്ഐ നേതാവിനെ വെട്ടി പരിക്ക് ഉണ്ടാക്കുകയും ശ്രീ വിനീഷ് ഇത്രയും ദിവസം ഇപ്പോഴും EK ദാസ് ആസ്പത്രിയിലെ ചികിത്സയിലിരിക്കുകയാണ്. ഇതിൻ്റെ രസകരമായ ഒരു കാര്യം, ഈ ഡിവൈഎഫ്ഐ നേതാവിനെ വെട്ടിയത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഷൊർണൂർ ഘടകത്തിൻ്റെ സെക്രട്ടറിമാരും പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളുമാണ് എന്നുള്ളതാണ്. എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് ഈ പ്രതികളെ സംരക്ഷിക്കുന്നതോടൊപ്പം വിനീഷിനെ കൂടി ചികിത്സ നടത്തുന്ന ഒരു വിരോധാഭാസമാണ് ഇവിടെ വാണിയംകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശിവപ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ, മനോജ് കൃഷ്ണൻ, ബാലചന്ദ്രൻ, അനിൽകുമാർ, രാജൻ, ദാവൂദ്, അർജുൻ, ഉണ്ണികൃഷ്ണൻ, ഗോവിന്ദരാജ തുടങ്ങിയവർ നേതൃത്വം നൽകി. പട്ടാമ്പി മുതുതലയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി തീയിട്ട സംഭവത്തിൽ എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസിനെതിരെ പോലീസ് കേസെടുത്തു. വീട്ടിൽ കയറി അതിക്രമം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ചികിത്സയിൽ കഴിയുന്ന പ്രേംദാസ് അപകടനില തരണം ചെയ്തതായും പോലീസ് അറിയിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പി മുതുതല സ്വദേശി ഇബ്രാഹിമിന്റെ വീട്ടിൽ കയറി പറവൂർ സ്വദേശി 63-കാരനായ പ്രേംദാസ് അതിക്രമം നടത്തിയത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിനും സ്കൂട്ടറിനും തീയിട്ട പ്രേംദാസ് വീടിനകത്ത് കയറിയും തീയിട്ടു. വീട്ടിലുണ്ടായിരുന്ന കുട്ടികൾക്ക് നേരെയും അതിക്രമം അഴിച്ചുവിട്ടു. ഇബ്രാഹിമിന്റെ ഭാര്യയും കുട്ടികളും വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വീട്ടിൽ സംഭവിച്ചത്. തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രേംദാസിനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ പ്രേംദാസ് അപകടനില തരണം ചെയ്തതായാണ് ആശുപത്രി അധികൃതരും പോലീസും അറിയിച്ചത്. സംഭവത്തിൽ പ്രേംദാസിനെതിരെ പട്ടാമ്പി പോലീസ് കേസെടുത്തു. വീട്ടിൽ കയറി അതിക്രമം നടത്തിയതിനും വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്നത്. വിദേശത്ത് വെച്ച് പ്രേംദാസ് ഇബ്രാഹിമിന് കാർ വിറ്റതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള തുക നൽകാത്തതാണ് ഇത്തരമൊരു അതിക്രമത്തിന് ഇടയാക്കിയതെന്നാണ് പറയുന്നത്. 2 വർഷത്തോളമായി 1 ലക്ഷം രൂപ നൽകാതെ ഇബ്രാഹിം ഇയാളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രേംദാസ് അടിച്ചിറക്കിയ നോട്ടീസിൽ പറയുന്നത്. സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഇത്തരമൊരു പ്രശ്നത്തിന് ഇടയാക്കിയതെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും വ്യക്തമായിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. പട്ടാമ്പി CIയുടെ നേതൃത്വത്തിലുള്ള സംഘം മുതുതലയിലെ വീട്ടിലെത്തി വിശദമായ പരിശോധന നടത്തി. മുഹമ്മദ് മോസിൻ MLAയും വീട് സന്ദർശിച്ചു. വലിയ നാശനഷ്ടമാണ് വീട്ടിൽ വരുത്തിയിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. ഒരു വീട് ആക്രമിച്ച് കത്തിച്ച് അവിടുത്തെ വാഹനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച ആ ഒരു സ്ഥലമാണെന്ന് ഇപ്പോൾ സന്ദർശിച്ചത്. CIയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ ഉണ്ട്. അവരത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞത് വാഹനങ്ങൾ മാത്രമല്ല, അവരുടെ ഒരുപാട് റൂമിനകത്തുള്ള ഒരുപാട് സാധനങ്ങളും അവരുടെ പുതിയ വീടിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്
കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൽ കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു. വളരെ ക്രിമിനൽ ബുദ്ധിയോട് കൂടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിന് പരാതി കൊടുക്കാനും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ കത്തിക്കുക. മാത്രമല്ല അവിടുത്തെ കുട്ടികളുടെ മേത്തടക്കം പെട്രോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പെട്രോളോ ഡീസലോ എന്താണെന്ന്. കോട്ടോപ്പാടം പഞ്ചായത്തിൽ ഔദ്യോഗിക CPM സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കാൻ ഒരുങ്ങി PK ശശിയെ അനുകൂലിക്കുന്ന വിഭാഗം. 4 വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനും മറ്റിടങ്ങളിൽ UDF-നെ പിന്തുണയ്ക്കാനുമാണ് ആലോചന. സീറ്റ് ധാരണ UDF-ഉമായി ഒന്നാംഘട്ട ചർച്ച കഴിഞ്ഞതായാണ് അറിയുന്നത്. ലീഗും കോൺഗ്രസും ഈ നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ച സ്ഥിതിയാണ്. 3 ജനറൽ വാർഡും 3 വനിതാ വാർഡുമാണ് UDF-നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 3 സീറ്റ് കോൺഗ്രസിന്റെയും 3 സീറ്റ് ലീഗും വിട്ടു നൽകണം. ശശി വിഭാഗം ആവശ്യപ്പെട്ട വാർഡുകൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. കോട്ടപ്പാടം ഈസ്റ്റ്, കണ്ടമംഗലം, തെയ്യോട്ടുചിറ, കാപ്പുപറമ്പ്, പത്തംഗം, പൂളക്കുന്ന് വാർഡുകളാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 6 വാർഡ് എന്നതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടായാലും ഈ കൂട്ടുകെട്ടുമായി മുന്നോട്ടു പോകാനാണ് ശശി അനുകൂലികളുടെ തീരുമാനം. കോട്ടോപ്പാടത്ത് അരിയൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഈ ധാരണ കോൺഗ്രസിന് അത്ര സ്വീകാര്യമല്ല. ഇതിനെതിരെ കോൺഗ്രസിൽ തന്നെ മുറുമുറുപ്പ് ശക്തമാണ്. ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന് അരങ്ങുണർന്നു. 4 ദിവസങ്ങളിലായി ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. ചെർപ്പുളശ്ശേരിയിൽ കലയുടെ നൂപുരധ്വനികൾ ഉയർത്തി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നു. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 4 ദിവസങ്ങളിലായി കലോത്സവം നടക്കുന്നത്. 8 പ്രധാന വേദികളിലും 12 ചെറു വേദികളിലുമായാണ് മത്സരങ്ങൾ. ആദ്യ ദിനം നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, നാടോടി നൃത്തം, അഭിനയഗാനം, ഓട്ടംതുള്ളൽ, കഥകളി സംഗീതം, ചാക്യാർകൂത്ത്, കഥകളി, ലളിതഗാനം, പദ്യം ചൊല്ലൽ തുടങ്ങിയ സ്റ്റേജ് മത്സരങ്ങളും കഥാരചന, ഉപന്യാസം, കവിതാരചന, ചിത്രരചന തുടങ്ങിയ സ്റ്റേജിതര മത്സരങ്ങളും വേദികളിൽ നടന്നു. ശർക്കരെ മാമ്പഴം ഒന്നിച്ചു തിന്നിട്ട് തേനൂറും പുഞ്ചിരി തൂകുമവർ കൂട്ടുകാരൊക്കെയും നോടിയെത്തും. വ്യാഴാഴ്ച കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിക്കും. K. പ്രേംകുമാർ MLA മുഖ്യാതിഥിയാകും. ഭരതനാട്യം, നാടകം, ദേശഭക്തിഗാനം, മംഗലംകളി, പണിയനൃത്തം തുടങ്ങിയ ഗോത്ര ഇനങ്ങൾ വിവിധ വേദികളിലായി വ്യാഴാഴ്ച അരങ്ങേറും. തിരുകൂറ
കണ്ണും വലിയ കോമ്പലും തോന്നിയാർന്ന ചെവിയുമുള്ള ഭൂതത്തിനെ, മനുഷ്യനെ കൊന്നു തിന്നുന്ന ഭൂതത്തിനെ, അങ്ങനെയുള്ള ഒരു ഭൂതത്തിന്റെയും സ്വന്തം മകനെ ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച വിശാലനായ ദാരിദ്ര്യ സാക്ഷര അവൻ ദൈവം നൽകിയ ആത്മവിശ്വാസമാണ്. ജീവിതത്തിൽ ദുഃഖമുണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. നന്ദി, നമസ്കാരം. ചെർപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം കാണികൾക്ക് വിരുന്നായത് നാടൻപാട്ട് മത്സരം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ആതിഥേയർ തന്നെയാണ് ജില്ലയിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയത്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ അരങ്ങുണർന്നത് നാടൻപാട്ട് മത്സരത്തോടെയാണ്. വേദി 3 പ്രൈമിലാണ് നാടൻപാട്ട് മത്സരം നടന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ടീമും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5 ടീമും നാടൻപാട്ടിൽ അരങ്ങിലെത്തി. എഴുന്നള്ളി വരിക വേണം, മുന്നാഴി മുറി സഹിതേ മുന്നാഴി മധുണ്ണാൻ എഴുന്നള്ളി വിഷ്ണുമായേ. തക തക തൈതക തൈതക താ അരിയോരൊത്തൊരു നല്ല മികച്ച മത്സരം തന്നെയാണ് നാടൻപാട്ട് വേദിയിൽ കണ്ടത്. പങ്കെടുത്ത ടീമുകളെല്ലാം നല്ല നിലവാരം പുലർത്തിയതായി വിധികർത്താക്കൾ പറഞ്ഞു. പഴമയുടെ ഈണവും താളവും സമന്വയിച്ച നാടൻപാട്ട് വേദി ആദ്യ ദിനം കാണികളുടെ മനം നിറച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ആതിഥേയരായ ചെർപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ ജില്ലയിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടി. Bye.
വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ നഗരസഭയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസന നേട്ടങ്ങളും ഭാവി ലക്ഷ്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വികസന സദസ്സ്. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. 2020-25 കാലയളവിൽ പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ വികസന സദസ്സിൽ അവതരിപ്പിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന വികസന സദസ്സ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 20,000-ലേറെ കുട്ടികൾ പാലസ്തീനിൽ ഗാസയിൽ ഇതിനകം കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എഴുതപ്പെട്ട തയ്യാറാക്കപ്പെട്ട വസ്തുതാപരമായ കണക്കാണ് 20,000-ലേറെ കുട്ടികൾ ഗാസയിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത്. അതിന്റെ തുടർച്ചയിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ അങ്ങനെ യുദ്ധത്തിൽ അഥവാ ആക്രമണത്തിൽ വംശഹത്യയിൽ ഇരയാക്കപ്പെട്ട മനുഷ്യർ കയ്യിലുള്ളത് കിട്ടിയത് പെറുക്കി അവർ പാലായനം ചെയ്തു പോകുമ്പോൾ അവരുടെ ഭൂമി റിയൽ എസ്റ്റേറ്റിന് കൊടുത്ത് യുദ്ധത്തിന്റെ നഷ്ടം നികത്താൻ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ പരിശ്രമിക്കുന്ന ഒരു ലോകക്രമമാണ് ഇന്നുള്ളത് എന്ന് കൂടി നാം തിരിച്ചറിയണം. അത്തരമൊരു ലോകക്രമത്തിലാണ് നമ്മുടെ കേരളം ഒരു നിലയിലുള്ള ജാതിസ്പർദ്ധയോ മതപരമായിട്ടുള്ള വൈരാഗ്യമോ ഒന്നുമില്ലാതെ മനുഷ്യരെ ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത്. ഒരു വർഗീയ ശക്തിക്കും കേരളത്തിൽ തല ഉയർത്തി അവരുടെ അക്രമാസക്തമായ മുഖം പ്രദർശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ശ്രദ്ധേയമായ ഇടപെടൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നു എന്നുള്ളതും നമ്മുടെ നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ മുൻപാടിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു. ഫ്ളാറ്റ് സമുച്ചയം, സൗജന്യ കുടിവെള്ള കണക്ഷൻ, രാമൻചാടി കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം, നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഡയപ്പർ വാഹനം, ബ്യൂട്ടി സ്പോട്ടുകൾ, ഓപ്പൺ ജിം, ഗ്രൗണ്ടുകളുടെ നവീകരണം, ആധുനിക റോഡുകൾ, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, വീണ്ടെടുപ്പ്, വിദ്യാലയങ്ങളിലെ വർണ്ണക്കൂടാരം, AR ലാബ്, കമ്പ്യൂട്ടർ ലാബ്, പ്രഭാത ഭക്ഷണ പരിപാടി, ഹൃദ്യം പദ്ധതി, പാലിയേറ്റീവ് സേവനങ്ങൾ, ഭിന്നശേഷി സ്വാന്തനം, സ്കൂട്ടർ വിതരണം, കുടുംബശ്രീ പ്രവർത്തനങ്ങൾ തുടങ്ങി അനവധി പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയതിനെക്കുറിച്ച് ചെയർപേഴ്സൺ വിശദീകരിച്ചു. വികസന സദസ്സിൽ നഗരസഭയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, സമൂഹ സംഘടനകൾ, പൗരപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചു. വൈസ് ചെയർപേഴ്സൺ N നസീറ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ്, മുണ്ടക്കൽ മുഹമ്മദ് ഹനീഫ, അഡ്വക്കേറ്റ് ഷിൻസി, K ഉണ്ണികൃഷ്ണൻ, മൻസൂർ നെച്ചിയിൽ, കൗൺസിലർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MK ശ്രീധരൻ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, നഗരസഭാ ജീവനക്കാർ, പ്രൊജക്ട് കോർഡിനേറ്റർ കിനാദിൽ സ്വാലിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി JR ലാൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ലീൻ സിറ്റി മാനേജർ വത്സൻ CK സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അവതരിപ്പിച്ചു. നെല്ലായ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനും ഭാവി വികസനത്തിനുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനുമായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത്. P മമ്മിക്കുട്ടി MLA വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതിന് പകരം നെഗറ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ചരിത്രപരമായ അവരുടെ ഒരു ദൗത്യമാണെന്ന് അർത്ഥം. ഈ കേരളം ഇന്ന് ലോകത്ത് തന്നെ പല കാര്യങ്ങളിലും മാതൃകയാണ് എന്ന് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ അഖില ലോക അടിസ്ഥാനത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ സർവേ റിപ്പോർട്ടുകളും പറയുമ്പോൾ ഞങ്ങളിത് വൈകരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഗുണം നാട്ടുകാർക്ക് കിട്ടാതിരിക്കുമോ? ലോകത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് ശിശുമരണം നടക്കുന്ന സംസ്ഥാനം ഈ കേരളമാണ്. ശിശുമരണം നടക്കാതിരിക്കട്ടെ, പക്ഷെ ശിശുമരണം നടക്കുന്നുണ്ടല്ലോ. ലോകത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മരണം നടക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന ഇന്റർനാഷണൽ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നാൽ ഞങ്ങൾ വികസനം വികസന വഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശോഭ കെടുത്താൻ പറ്റും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് KP വസന്ത, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ബാബു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ A മൊയ്തീൻകുട്ടി, PK മുഹമ്മദ് ഷാഫി, ജിഷ P വിനു, ബ്ലോക്ക് മെമ്പർ AM ബഷീർ, മുഹമ്മദ് ജാബിർ, സെക്രട്ടറി LS അജിത്ത്, മറ്റംഗങ്ങൾ, CPI നേതാവ് KP സുഭാഷ് എന്നിവർ പങ്കെടുത്തു. വികസന റിപ്പോർട്ട് പ്രകാശനം, ഓപ്പൺ ഫോറം, വീഡിയോ പ്രസന്റേഷൻ എന്നിവയും നടന്നു. നോർക്ക നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് ആരോഗ്യയിൽ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തുന്ന രീതി നടപ്പിലാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കണമെന്ന് കേരള പ്രവാസി സംഘം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ P ലിലീസ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘത്തിന്റെ ജില്ലാ സമ്മേളനമാണ് ഒറ്റപ്പാലത്ത് വെച്ച് നടന്നത്. കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ്
അഡ്വക്കേറ്റ് ഗഫൂർ പി ലിലീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ നമുക്ക് പ്രവാസി ബന്ധു എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത്രമാത്രം കാര്യങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവാസികൾക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പ്രവാസി രംഗത്തെ വരുമാനം വലിയ തരത്തിലുള്ള വളർച്ചയാണ് നമുക്ക് പ്രവാസി വരുമാനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ ഏതാണ്ട് 15% മുതൽ പല ഘട്ടങ്ങളിലായിക്കൊണ്ട് 30% വരെ ആയിക്കൊണ്ട് ആഭ്യന്തര ഉത്പാദനത്തിലേക്ക് നമ്മുടെ പ്രവാസി വരുമാനം എന്നതിന് സഹായിക്കുന്നു. 15 ഏരിയ കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുത്ത 400 പ്രതിനിധികൾ പങ്കെടുത്തു. ജില്ലയിലെ 450 യൂണിറ്റ് സമ്മേളനങ്ങളും 15 ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളനം നടന്നത്. സംസ്ഥാനം നടപ്പിലാക്കുന്ന ക്ഷേമ പെൻഷൻ പദ്ധതികളിൽ കേന്ദ്രവിഹിതം ഉൾപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് എസ് അച്യുതാനന്ദൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി എം എ നാസർ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി പി സൈതാലിക്കുട്ടി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ സി മുകുന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് തൈക്കാട്, ടി കൃഷ്ണദാസ്, എം വി അഷ്റഫ്, വി കെ ഉമ്മർ, പി വി നബീസ എന്നിവർ സംസാരിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ അംഗൻവാടികളിലേക്കും തൂക്ക് മെഷീൻ വിതരണം ചെയ്തു. ചാമപ്പറമ്പിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുഴുവൻ അംഗനവാടികളിലേക്കും തൂക്ക് മെഷീൻ നൽകിയത്. ചാമപ്പറമ്പിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് KPM സലീം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ മാത്രം പദ്ധതികൾ ഉൾപ്പെടുത്തി, അത് തൊഴിലുറപ്പാവട്ടെ, പാൻ ഫണ്ട് ആവട്ടെ, നമുക്ക് പുതിയ 6 അംഗൻവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണം നടത്താൻ വേണ്ടി ഒരു കാലയളവിൽ കഴിഞ്ഞു. അതൊരു സർവ്വകാല റെക്കോർഡ് കൂടിയാണ്. ഒരു ടേമിനകത്ത് ഇത്രയും പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ തന്നെ നിലവിൽ നമ്മുടെ ഈ ടേമിനകത്ത് കരിമ്പ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ചില പഞ്ചായത്തുകളിലേക്ക് തുടങ്ങി വെച്ചത് പല കാരണങ്ങൾ കൊണ്ട്, അവിടെ പ്രശ്നം കൊണ്ടല്ല, ഭരണസമിതി പ്രശ്നം കൊണ്ടോ മറ്റു വിഷയങ്ങളോ, പക്ഷെ പൂർത്തീകരിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് കഴിയാതെ പോയി. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് ഫണ്ട് വെക്കുന്നതുകൊണ്ട് മാത്രം കാര്യമല്ല, അതിന്റെ പിറകില് നല്ല പരിശ്രമം നടത്തണം. പല ഘട്ടങ്ങളിലും നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ചോളോടിന്റെയും അതുപോലെ തന്നെ കരിങ്കലത്താന അംഗൻവാടിയുടെയും അത് ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച സംഭവമായിരുന്നു. എന്തായാലും നടത്തിയേ പറ്റൂ എന്നുള്ളതൊരു നിശ്ചയദാർഢ്യത്തിന്റെ പുറകിൽ അതും അതോടൊപ്പം തന്നെ മണലമ്പുറത്തിന്റെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഞാനൊക്കെ അതിൽ പ്രതിയാണ്. ICDS സൂപ്പർവൈസർ കെ രമാദേവി അധ്യക്ഷയായി. ടീച്ചർമാരായ പി ലീല, സത്യവതി, അംബിക, KP ഹസീന തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെയും ഗർഭിണികളുടെയും ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിയാണ് മെഷീൻ നൽകിയത്. മണ്ണാർക്കാട് നഗരത്തിലെ നടമാളിക ഉഭയമാർഗം റോഡ് ഉദ്ഘാടനം ചെയ്തു. 22 ലക്ഷം രൂപ ചിലവിൽ ഇന്റർലോക്ക് കട്ടകൾ പതിച്ചാണ് റോഡ് നവീകരിച്ചത്. CPM ഓഫീസ് മുതൽ ആശുപത്രിപ്പടി വരെയുള്ള റോഡ് നഗരത്തിൽ ദേശീയപാതയ്ക്ക് സമാന്തരപാതയായാണ് ഉപയോഗിക്കുന്നത്. ദേശീയപാതയിൽ നഗരത്തിൽ കുരുക്ക് അനുഭവപ്പെടുമ്പോൾ ഇതുവഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. കൂടാതെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, സബ് രജിസ്ട്രാർ ഓഫീസ്, വില്ലേജ് ഓഫീസ്, ധനകാര്യ സ്ഥാപനങ്ങൾ, ആധാരം എഴുത്ത് ഓഫീസ് തുടങ്ങിയവയെല്ലാം ഈ റോഡിന്റെ വശങ്ങളിലാണ്. മണ്ണാർക്കാട് പൂരം നടക്കുന്ന അരകുർശി ഉദയർകുന്ന് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴിയും ഇതാണ്. റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായതോടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ K ബാലകൃഷ്ണൻ മുൻകൈയെടുത്താണ് റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. റൂറൽ ബാങ്ക് മുതൽ CPM ഓഫീസ് വരെ കൂടി കട്ട പതിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. ഇന്റർലോക്ക് ചെയ്ത് പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സാങ്കേതികത്വം, അതിൻ്റെ DPC, അതുപോലെ തന്നെ മറ്റുള്ള ടെൻഡർ, TS, ആ പ്രക്രിയകൾ പൂർത്തിയാകുന്ന മുറക്ക് ഈ റോഡ് പാർട്ടി ഓഫീസ്, CPM ഓഫീസ് വരെ ഉള്ള NH പ്രവേശിക്കുന്ന ഭാഗം വരെ മുഴുവനായും ഇന്റർലോക്ക് ചെയ്യും. ഇപ്പോൾ അവിടെ യാത്രക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, വലിയ പ്രയാസങ്ങളൊന്നുമില്ല, കുഴികളൊന്നുമില്ല. പക്ഷെ എന്തായാലും വൈകാതെ തന്നെ അതിൻ്റെ പണി കൂടി പൂർത്തിയാക്കും. പിന്നെ ഈ റോഡുമേ ഇട്ട ഫണ്ട് 22 ലക്ഷമാണെങ്കിൽ ഇത് തൊട്ട് 4 ലക്ഷം ഉഭയമാർഗത്തിലേക്ക് ഇറങ്ങുന്ന റോഡ്, അതുപോലെ തന്നെ ഇതിന് പിന്നിലുള്ള റോഡ് ഇന്റർലോക്ക് അല്ലേ, അതുൾപ്പെടെയുള്ള ഒരു വലിയ വികസന പ്രവർത്തനം ഈ ഒരു പ്രദേശത്ത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത്. സ്ഥിരം സമിതി അധ്യക്ഷൻ K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ K പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷരായ മാസിദ സത്താർ, K വത്സലകുമാരി, കൗൺസിലർമാരായ TR സെബാസ്റ്റ്യൻ, അരുൺകുമാർ പാലക്കുർശി, EK യൂസഫ് ഹാജി, നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. കടമ്പഴിപ്പുറം മണ്ണമ്പറ്റ റോഡ് BM&BC നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2023-2024 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവിലാണ്
കടമ്പഴിപ്പുറം മണ്ണമ്പറ്റ റോഡ് BMBC നിലവാരത്തിൽ നവീകരിക്കുന്നത്. കെല്ലിനാണ് നിർമ്മാണ ചുമതല. 2023-24 വർഷത്തെ ബജറ്റ് വിഹിതം ഉപയോഗിച്ച് നടത്തുന്ന കടമ്പഴിപ്പുറം മണ്ണമ്പറ്റ റോഡിൻ്റെ നവീകരണത്തിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഈ റോഡ് നവീകരണത്തിന് ബജറ്റിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കാൻ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട MLA ശ്രീ അഡ്വക്കേറ്റ് K. പ്രേംകുമാറിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. K. പ്രേംകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്തകുമാർ, കടമ്പഴിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ശ്രീലത, P. സുബ്രഹ്മണ്യൻ, VK രാധിക, MV അനീഷ്, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K. രാമചന്ദ്രൻ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ MC വാസുദേവൻ തുടങ്ങിയവരും മറ്റ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും പട്ടാമ്പി പ്രാദേശിക നെല്ല് ഗവേഷണ കേന്ദ്രവും സംയുക്തമായി കൂൺബെഡ് വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 25 അംഗൻവാടികൾക്കാണ് കൂൺബെഡും പരിശീലനവും നൽകിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം വനിതാ ശിശു വികസന വകുപ്പിന്റെ സഹകരണത്തോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചാണ് തിരഞ്ഞെടുക്കപ്പെട്ട 25 അംഗൻവാടികൾക്ക് കൂൺബെഡും പരിശീലനവും നൽകിയത്. അങ്കണവാടിയിലെ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ കൂൺ കൃഷിയെ പരിചയപ്പെടുത്താനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുട്ടികൾക്ക് കൂണിന്റെ പോഷക ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇതൊക്കെ നിരന്തരമായിട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ്. എന്നാലും വീണ്ടും നമ്മൾ ക്ലാസ്സിൽ അത് കേൾക്കും. നമ്മുടെ കുട്ടികൾക്ക് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരുടെ വളർച്ചയ്ക്ക് അവരുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനം. ഇപ്പൊ ഞാനിത് തുളസി മാഡത്തിനോട് ചോദിച്ചു, ഇതിനി കൊണ്ടുപോയാൽ എന്താ ചെയ്യാനുള്ളത് എന്ന്. അപ്പൊ പറഞ്ഞത് ഈ വെളുത്ത നിറത്തിലേക്ക് എത്തിയത് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അധികം വൈകാതെ തന്നെ ഇതിന് കൂണിങ്ങനെ മുളച്ച് വരും എന്നുള്ളതാണ്. മറ്റത് കുറച്ച് ദിവസം ഇരുട്ടുള്ള ഭാഗത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും നമ്മളിപ്പോ ഇതൊരു പൈലറ്റ് അടിസ്ഥാനത്തിലാണ്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളിലും ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിലുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. സൈതാലി ചടങ്ങിൽ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK രാധിക, പൂക്കോട്ടുകാവ് ഡിവിഷൻ മെമ്പർ VT ജയൻ, CDPO പ്രീത, രുക്മണി എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ പദ്ധതി വിശദീകരണം നടത്തി. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ തുളസിയുടെ നേതൃത്വത്തിൽ പരിശീലനവും നൽകി. PM ശ്രീയിൽ ഒപ്പുവെച്ച സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ്. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ചെർപ്പുളശ്ശേരിയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. PM ശ്രീയിൽ ഒപ്പുവെച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാറിന് ഒറ്റുകൊടുത്തെന്നാരോപിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ദുറാനി ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയനോട് മോദി കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടിലെഴയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോഴാണ് CPIക്ക് മനസ്സിലായത്, ഇപ്പോഴാണ് SFIക്ക് മനസ്സിലായത്. ഇത് ഞങ്ങൾക്ക് മുന്നേ മനസ്സിലായ കാര്യമാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് BJP പച്ചയായി വർഗീയത പറയുന്നെങ്കിൽ CPM പച്ചയായി വർഗീയത പറയുന്നില്ല, പറയാതെ വർഗീയത ചെയ്യുന്ന പാർട്ടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരത്തിലൊരു PM ശ്രീയിൽ ഒപ്പുവെച്ച കാര്യം ദേശീയ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അനീസ് കുടമംഗലം അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം റഫീഖ് ചോലയിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി മുനീർ തള്ളച്ചിറ, ഷഫീഖ്, NK ബഷീർ, ഹഷിം മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. നിഷാദ് വാണിയപ്പുര, റിയാസ് തള്ളച്ചിറ, റഫീഖ് കുന്നപ്പുറം, റിയാസ് നിരപ്പറമ്പ്, നൌഫൽ വീരമംഗലം, മുജീബ് കുറ്റിക്കോട്, ഉമ്മർ ഫാറൂഖ്,
ഷൻഫീർ കെ സി ഷാഫി, അസ്കർ പാക്കറത്ത്, ഫൈസ് മോൻ, ആദം തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊമ്പത്ത് മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഇന്ന് രാവിലെ 6:30ഓടെയാണ് സംഭവം. ഡ്രൈവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലക്കാട് ഭാഗത്തു നിന്നും മലപ്പുറം ഭാഗത്തേക്ക് പാൽ കയറ്റി വന്ന മിനി പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ഇടതുവശത്തേക്ക് മറിഞ്ഞ വാഹനത്തിൽ നിന്നും സിവിൽ ഡിഫൻസ് സംഘങ്ങളും നാട്ടുകാരും പോലീസും ചേർന്ന് ഡ്രൈവറെ പുറത്തെടുത്തു. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വളവിൽ വാഹനം നിയന്ത്രണം വിട്ടതാണ് അപകട കാരണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സമയത്ത് ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. കൊടുംവളവ് സ്ഥിരം അപകട മേഖലയാണ്. കഴിഞ്ഞ ദിവസം ഗുഡ്സ് ഓട്ടോയും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ഇടവേള. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ ഒറ്റപ്പാലം മണ്ഡലം LDF കമ്മിറ്റി സായാഹ്ന സദസ്സ് നടത്തി. ശ്രീകൃഷ്ണപുരത്ത് നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം KT രാമചന്ദ്രൻ അധ്യക്ഷനായി. LDF നേതാക്കളായ K ജയദേവൻ, P മൊയ്തീൻകുട്ടി, PV ബഷീർ, സുനിൽ തെക്കേതിൽ, K വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെ, സമത്വത്തെ, സമഭാവനയെ, അതിനെയെല്ലാം ഒരു നിലയിലും ഇന്നേ വരെ അംഗീകരിക്കാത്ത ഒരു കൂട്ടർ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുകയാണ്. RSS നിയന്ത്രിക്കുന്ന സംഘപരിവാർ നേതൃത്വം നൽകുന്ന രാജ്യത്തെ ഗവൺമെന്റ് RSS രൂപീകരണത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്ത് തങ്ങളുടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. തെങ്കര ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ UDFന്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി P അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തെങ്കര മണ്ഡലം പ്രസിഡന്റ് ആറ്റക്കര ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TA സലാം മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. DCC മെമ്പർ VB ഷൗക്കത്ത്, TK ഫൈസൽ, KP ജഹീഫ്, CP മുഹമ്മദ് അലി, അബ്ദുൾ റഷീദ്, TK സീനത്ത്, രാജിമോൾ, കുരിക്കൽ സെയ്ദ്, ഷമീർ പഴേരി, ഗിരീഷ് ഗുപ്ത എന്നിവർ പ്രസംഗിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാവും പട്ടാമ്പി മുൻ MLAയുമായിരുന്ന EP ഗോപാലന്റെ 24ാം ചരമവാർഷിക ദിനമായ നവംബർ 1-ന് സ്നേഹസംഗമം സംഘടിപ്പിക്കും. മണ്ണേങ്കോട് EPയുടെ സ്മരണകൾ ഇരമ്പുന്ന മാവിൻ ചുവട്ടിൽ EPയുടെ സഹചാരികളും EPയെ സ്നേഹിക്കുന്നവരും ഒത്തുചേരുമെന്ന് EPയുടെ മക്കളായ പ്രൊഫസർ KC അരുണ, ഡോക്ടർ KC ഗീത എന്നിവർ അറിയിച്ചു. കൊപ്പം CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു അടക്കമുള്ള CPIയുടെ ദേശീയ സംസ്ഥാന നേതാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്നേഹക്കൂട്ടായ്മയിൽ പങ്കെടുക്കും. പട്ടാമ്പിയിലെ ആദ്യത്തെ MLAയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിട്ടുള്ള സഖാവ് EP ഗോപാലൻ്റെ 24ാം ചരമവാർഷികം ഈ നവംബർ 1 ശനിയാഴ്ചയാണ്. അതിനോടനുബന്ധിച്ച് EPയുടെ മാവിൻ ചുവട്ടിൽ ഞങ്ങൾ മക്കളായ ഞാനും ഗീതയും കൂടി ഒരു സ്നേഹവിരുന്ന്, സ്നേഹസംഗമം, സൗഹൃദ കൂട്ടായ്മ ഒരുക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കളും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഒരു പാർട്ടിയിലും ഇല്ലാത്തവരും അച്ഛൻ്റെ സുഹൃത്തുക്കളും ഇന്നും അച്ഛനെ നെഞ്ചേറ്റി ലാളിക്കുന്നവരും എല്ലാം ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കും. ഇതൊരു സ്നേഹ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ പരിമിതമായ സാഹചര്യം കൊണ്ട് ഞാൻ അറിയിക്കാത്തവരും എല്ലാവരും നവംബർ 1-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഈ മാവിൻ ചുവട്ടിൽ എത്തിച്ചേരണമെന്ന് വളരെ സന്തോഷത്തോടെയും വിനയത്തോടെയും അഭ്യർത്ഥിക്കുന്നു. ദേശീയ അണ്ടർ 17 ഫുട്ബോൾ കേരള ടീമിലേക്ക് തിരഞ്ഞെടുത്ത കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥി ഹിദാഷിനെ സ്കൂൾ PTAയും കോട്ടപ്പാടം പൗരാവലിയും ചേർന്ന് ആദരിച്ചു. N ഷംസുദ്ദീൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KT അബ്ദുല്ല അധ്യക്ഷനായി. സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ കല്ലടി അബൂബക്കർ, സ്കൂൾ പ്രിൻസിപ്പൽ MP സാദിഖ്, പ്രധാനാധ്യാപകൻ KS മനോജ്, PTA വൈസ് പ്രസിഡന്റ് ഷാജിദ് ബാവ, CP വിജയൻ, ബാബു ആലയൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും.
പെരിന്തൽമണ്ണ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന പരാതിയുമായി UDF നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ചില വാർഡുകളിൽ UDF നൽകിയ അപേക്ഷകൾ തഴഞ്ഞെന്നും LDF വോട്ടർമാരെ തഴഞ്ഞെന്നും നേതാക്കൾ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് LDF മാർച്ച്. വാർഡ് വിഭജിച്ചത് അശാസ്ത്രീയമെന്നും വോട്ടർ പട്ടിക അട്ടിമറിച്ചെന്നും നേതാക്കൾ. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഉന്തും തള്ളും. പട്ടാമ്പി മുതുതലയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി തീയിട്ട സംഭവം. എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസിനെതിരെ പോലീസ് കേസെടുത്തു. കഴുത്ത് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഇയാൾ അപകടനില തരണം ചെയ്തതായി പോലീസ്. കോട്ടോപ്പാടം പഞ്ചായത്തിൽ CPM ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കാൻ ഒരുങ്ങി PK ശശി അനുകൂല വിഭാഗം. 4 വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കും. മറ്റു വാർഡുകളിൽ UDFനെ പിന്തുണയ്ക്കാനും ആലോചന. ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന് അരങ്ങുണർന്നു. ആദ്യ ദിനം കാണികൾക്ക് വിരുന്നായി നാടൻപാട്ടും വഞ്ചിപ്പാട്ടും ഉൾപ്പെടെയുള്ള മത്സരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.